ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം പാർസൽ വന്നതിൽ 2 പീസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു പീസ് ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഇനി ഒരു പീസ് കൂടി നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്നുള്ള ഇതിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അന്ന് പാർട്ട് 1 ആയിട്ടാണ് ഫസ്റ്റ് വീഡിയോ ഇട്ടത്. ആ വീഡിയോയുടെ തുടർഭാഗമായിട്ട് 2ാം ഭാഗമായിട്ട് ഈ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും അവരെ അയച്ചിരിക്കുന്ന സാധനം നമുക്ക് എന്താണെന്ന് നോക്കാം. ഞാൻ ബോക്സും തുറക്കട്ടെ. ആദ്യം ഞാൻ കീറി വെച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അത് കാരണം അത് നമ്മളെടുത്ത് കാണിക്കുക എന്നുള്ളത് മാത്രം. പിന്നെ അതിൻ്റെ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാലോ. മുന്നേ പറഞ്ഞ പോലെ തന്നെ വെഡ്ഡിങ് ഐറ്റംസ് തന്നെയാണ് അവർ അയച്ചിരിക്കുന്നത്. ഓഫ് വൈറ്റിലാണ്. എന്തായാലും അതിൻ്റെ മുകളിലുള്ള സിപ്പ് നമുക്ക് ഒന്ന് തുറന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ജബ്ബറും ഒരു ഷാളും ഉണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അത്യാവശ്യത്തിന് വെയിറ്റൊക്കെ ഉണ്ട് സാധനം. ഇതാണ് കാശ്മീർ ലെഹങ്ക. ഓഫ് വൈറ്റിൽ പിങ്ക് ഫ്ലവർ, ബ്ലൂ ഫ്ലവർ, സീക്വൻസ്, ഗ്ലാസ് വർക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാശ്മീരി ലെഹങ്കയാണിത്. ഇത് തയ്ക്കുകയാണെങ്കിൽ ഫിഷ് കട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പിടിക്കുന്നത് നോക്കണ്ട. അത് പ്യുർ ഓഫ് വൈറ്റ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കേരളത്തിൽ സാധാരണ വൈറ്റ് വെഡ്ഡിങ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ടൊക്കെ വൈറ്റ് വെഡ്ഡിങ് ആളുകൾ ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്കേർട്ടിൻ്റെ ഉൾഭാഗം എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് ഉള്ളിൽ സിൽവർ സീക്വൻസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഇടഭാഗത്തും ഒരു കറക്റ്റായിട്ട് സീക്വൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബോർഡറിലൊക്കെ സീക്വൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ കാശ്മീരി ലെഹങ്ക തയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഫിഷ് കട്ട് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ താഴത്തെ ഭാഗം ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുന്നതിന് ഇതിന് കുറേ തട്ടായിട്ടുള്ള ഉള്ളിൽ കുറേ സംഗതി വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിൻ്റെ ജമ്പറും പിന്നെ അതിൻ്റെ ഷാളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ലെഹങ്ക ആയിക്കോട്ടെ, വെഡ്ഡിങ് ഫ്രോക്ക് ആയിക്കോട്ടെ, തയ്ക്കാനുള്ളതാണെങ്കിൽ അത് ഷാളും ജമ്പറും ഒരുമിച്ച് തുന്നി ചേർത്തേക്കാനും വരിക. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ തന്നെ അത് രണ്ടായിട്ട് നമ്മളെ കയ്യിൽ വരും. ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അത് വലിച്ച് കീറാതെ തന്നെയാണ്. ഈ ഐറ്റം ഞാൻ നിങ്ങളെ ക്യാമറയ്ക്ക് മുന്നിൽ വല്ലാതെ കാണിക്കാത്തത്, അതായത് അടുപ്പിച്ച് കാണിക്കാത്തത്, ഈ സീക്വൻസ് കൂടുതലുണ്ടായതുകൊണ്ട് ക്യാമറയിൽ വരുമ്പോൾ അത് അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നുണ്ട്. അത് കാരണത്താലാണ് ഞാൻ വല്ലാതെ ക്യാമറ അടുപ്പിക്കാത്തത്. ഈ ജമ്പറിൻ്റെ തുണിയാണിത്. ഓഫ് വൈറ്റിൽ ചെയ്തിരിക്കുന്ന ഡിസൈൻസ്. അത് അടുപ്പിക്കുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അടുപ്പിക്കാത്തതെന്നുള്ളത്. സ്ക്രീനിൽ വരുമ്പോൾ തന്നെ കണ്ടില്ലേ, അതൊരു യെല്ലോ കളറാകുന്നത് അടുപ്പിക്കാൻ പറ്റുന്നില്ല. അത് സീക്വൻസ് ഫോക്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അതിൽ നിന്ന് പ്രകാശം ക്യാമറയിലോട്ട് അടിച്ചിട്ടാണെന്നൊരു സംശയമുണ്ട്. എനിക്കതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് അറിയില്ല. ഏതായാലും നമുക്ക് ഷോളിൻ്റെ വർക്കും മറ്റുള്ള വർക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഏകദേശം കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ റീൽസ് ചെയ്യാൻ കുറച്ച് ശ്രമിച്ചു നോക്കി. പക്ഷേ സീക്വൻസ് ഫുള്ളായിട്ടായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റീൽസ് ചെയ്യാൻ പറ്റില്ല. കാശ്മീരി ലെഹങ്കയുടെ ഫോട്ടോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ നമ്പർ തന്ന് നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം. അത് കുഴപ്പമില്ല. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മുന്നേ ആ സ്കേർട്ടിൻ്റെ താഴത്തെ തട്ടുകൾ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് ഫ്ലെയറായിട്ട് നിൽക്കുന്നതിൻ്റെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ നീക്കം ചെയ്തു. കണ്ടില്ലേ, അവിടെ ഗ്രേപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഷിഫ്റ്റ് നെറ്റ്, സോഫ്റ്റ് ഷിഫ്റ്റ് നെറ്റ്, ഇങ്ങനെ ഭാഗമായിട്ട് പോവാണ്.
അങ്ങനെ ഓരോരോ തട്ടാണ് ഇതിലുള്ളത്. അങ്ങനെ 1 2 3 4 5ഓളം തട്ട് ഇതിൽ ഓൾറെഡി ഉണ്ട്. ഫ്ലെയറായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെഹങ്കയിൽ ഏറ്റവും കൂടുതൽ ഹാഡും സോഫ്റ്റും ഷിപ്നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ ലെഹങ്കയുടെ മറ്റൊരു പ്രത്യേകതയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ മറക്കരുത്. ഓക്കെ, ബൈ.